അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിലെ അവസാനത്തെ 3 ആയത്തുകളാണ് ഇന്ന് നാം പഠിക്കുന്നത്. പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും അല്ലാതെയും ഇന്നും സത്യനിഷേധികൾ സ്ഥിരമായി ഉന്നയിക്കാറുള്ള ഒരു ആശയക്കുഴപ്പവും അതിനുള്ള മറുപടിയുമെല്ലാം വ്യക്തമാക്കിയ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തെ സൂചിപ്പിക്കും വിധം 2-3 വാസ്തവങ്ങൾ കൂടി ഉണർത്തിക്കൊണ്ട് ഈ അധ്യായം അവസാനിക്കുകയാണ്. നോക്കാം 28-ാമത്തെ വചനം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ അറഅയ്തും ഇൻ അഹ്ലകനി അല്ലാഹു വമൻ മഅയ ഔ റഹിമനാ ഫമൻ യുജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം. ആയത്തിന്റെ അർത്ഥം, പ്രവാചകരെ താങ്കൾ പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, എന്നെയും എന്നോടൊപ്പമുള്ളവരെയും അള്ളാഹു നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളോടവൻ കരുണ കാണിക്കുകയോ ചെയ്താൽ വേദനയേറിയ ശിക്ഷയിൽ നിന്നും സത്യനിഷേധികളെ രക്ഷിക്കുവാൻ ആരാണ് ഉള്ളത്? ഖുൽ പറയുക പ്രവാചകരെ, അറഅയ്തും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ഇൻ അഹ്ലകനി അല്ലാഹു എന്നെ നശിപ്പിക്കുകയാണെങ്കിൽ, വമൻ മഅയ എന്നോടൊപ്പമുള്ളവരെയും നശിപ്പിക്കുകയാണെങ്കിൽ, ഔ റഹിമന അല്ലെങ്കിൽ ഞങ്ങളോട് കരുണ കാണിക്കുകയാണെങ്കിൽ, ഫമൻ അപ്പോൾ ആരാണ് ഉള്ളത്, യുജീറുൽ കാഫിരീന സത്യനിഷേധികളെ രക്ഷപ്പെടുത്തുവാൻ ആരാണ് ഉള്ളത്, മിൻ അദാബിൻ അലീം വേദനയേറിയ ശിക്ഷയിൽ നിന്നും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടും എന്നോടൊപ്പമുള്ളവരോടും കരുണ കാണിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളെ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, എന്താക്കുകയാണെങ്കിലും നിങ്ങളെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ ആരാണ് ഉള്ളത് എന്ന് പ്രവാചകരെ താങ്കൾ അവരോട് ചോദിച്ചു കൊള്ളുക എന്നാണ്. സത്യത്തെ നിഷേധിക്കുന്ന ഭൗതികത തലയിൽ അടിഞ്ഞുകൂടിയ ഏതൊരാളും സാധാരണയായി ആഗ്രഹിക്കാറുള്ളൊരു കാര്യമാണ് ഈ ഇസ്ലാമും അതിന്റെ വക്താക്കളൊക്കെ ഒന്ന് നശിച്ചു പോയിരുന്നെങ്കിൽ എന്നത്. സകല നിരർത്ഥകതകളെയും തുറന്നു കാട്ടുന്ന, എല്ലാവിധ അശ്ലീലതകൾക്കും പേക്കൂത്തുകൾക്കും വിലങ്ങുതടിയാകുന്ന, അതിനെയെല്ലാം എതിർക്കുന്ന, ശാന്തിയും സമാധാനവും മാത്രം കനിഞ്ഞേകുന്ന ഇസ്ലാമിനെ പോലെയുള്ള മറ്റൊരു ആദർശവും ഈ ഭൂലോകത്ത് കാണുവാൻ സാധിക്കുകയില്ല. അതിനാൽ തന്നെ ദുർവൃത്തികളും മ്ലേച്ഛതകളും ആഗ്രഹിക്കുന്ന, തോന്നിവാസങ്ങളും വേണ്ടാത്തരങ്ങളും താല്പര്യപ്പെടുന്ന ഏതൊരു മനുഷ്യനും ഇസ്ലാമിനോട് വിദ്വേഷം വെച്ച് പുലർത്തുക എന്നത് സർവ്വസാധാരണയാണ്. അതും അതിന്റെ വക്താക്കളും ഒക്കെ ഒന്ന് നശിച്ചു പോയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നവരായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ. അപ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബിമാരെയും നശിപ്പിക്കുവാനും അവരെ ഇല്ലായ്മ ചെയ്യുവാനും മക്കയിലെ മുശ്രിക്കുകൾ തന്നാൽ കഴിയും വിധം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുമായിരുന്നു. വലമ്മാ കാനൽ മുകദ്ദിബൂന ലിർറസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളവാക്കിയവരായ സത്യനിഷേധികളായുള്ള ആളുകൾ, അല്ലദീന യറുദ്ദൂന ദഅവതഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനത്തെ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റിയ ആളുകൾ, യന്തദിറൂന ഹലാക്കഹു ആ പ്രവാചകരുടെ നാശത്തെ കൊതിച്ചവരായുള്ള ആളുകൾ, വയതറബ്ബസൂന ബിഹി റൈബൽ മനൂൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് മരണം ബാധിച്ചിരുന്നെങ്കിൽ, ഒന്ന് വഫാത്തായി പോയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചവരായുള്ള ആളുകൾ, അമറഹുല്ലാഹു അൻ യഖൂല ലഹും അങ്ങനെയുള്ള ആ ആളുകളെ അറിയിക്കുവാനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവരോട് പറയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, അൻതും വ ഇൻ ഹസലത് ലക്കും അമാനിയുക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു എന്ന് കരുതുക. വ അഹ്ലകനി അല്ലാഹു വമൻ മഅയ എന്നെയും എന്റെ കൂടെയുള്ള ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിച്ചു എന്ന് കരുതുക. ഫലൈസ ദാലിക ബിനാഫിഅൻ ലക്കും ശൈആ എന്നാൽ അങ്ങനെ ഞങ്ങൾ വഫാത്തായതുകൊണ്ടോ, ഞങ്ങൾ മരണപ്പെട്ടതുകൊണ്ടോ, ഞങ്ങൾ നശിച്ചതുകൊണ്ടോ നിങ്ങൾക്കൊന്നും തന്നെ കിട്ടുവാൻ പോകുന്നില്ല, നിങ്ങൾക്കൊരു ഉപകാരവും ഉണ്ടായിരിക്കുകയില്ല. ലിഅന്നകും കഫർതും ബിആയാതില്ലാ കാരണം നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തത്തെ കളവാക്കിയവരാണ്. വസ്തഹഖഖ്തുമുൽ അദാബ് നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷ അത് സ്ഥിരപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഫമൻ യുജീറുകും മിൻ അദാബിൻ അലീമിൻ അപ്പോൾ ഈ വേദനാജനകമായുള്ള ശിക്ഷയിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുത്തുവാൻ പിന്നെ നിങ്ങൾക്ക് ആരാണ് ഉണ്ടായിരിക്കുക എന്നാണ്. വഖദ് തഹത്തമ വുഖൂഉഹു ബികും അത് നിങ്ങളെ ബാധിക്കുമെന്നത് തീർച്ചയാണ്. ഫഇദൻ തഅബുകും വഹിർസുകും അലാ ഹലാകി ഗൈറു മുഫീദ അപ്പോൾ ഞാൻ നശിക്കണമെന്നും ഞങ്ങൾ തീർന്നു പോകണമെന്നും ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ആഗ്രഹം അത് നിങ്ങൾക്ക് യാതൊരു
പോഷണവും ചെയ്യുകയില്ല. വലാ മജ്ദ ലക്കും ഷൈഅ, അത് നിങ്ങൾക്കൊരു സഹായവും ഉണ്ടാക്കി തരികയില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യവും തന്നെ ഇല്ല എന്നതാണ്. അഥവാ മുസ്ലിങ്ങൾ ഒന്നടങ്കം നശിച്ചു പോകുന്നു എന്നതോ അവർ കൂട്ടമായി മരിച്ചു പോകുന്നു എന്നതോ സത്യനിഷേധികളുടെ ശിക്ഷയിൽ ഇളവ് ലഭിക്കപ്പെടുവാനോ അല്ലെങ്കിൽ അവർക്ക് മോക്ഷം നിശ്ചയിക്കപ്പെടുവാനോ ഒന്നും തന്നെ കാരണമാകുന്നില്ല എന്നാണ്. ലൈസ യുനജ്ജിൽ കുഫാർ മിൻ അദാബില്ലാഹി മൗതുനാ വഹയാതുനാ, ഞങ്ങളുടെ മരണമോ ഞങ്ങളുടെ ജീവിതമോ കുഫാറുകളെ സംബന്ധിച്ചിടത്തോളം അവരെ രക്ഷപ്പെടുത്തുവാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയിൽ നിന്നും അവർക്ക് മോക്ഷം ലഭിക്കുവാൻ അത് യാതൊരു മാനദണ്ഡവുമാകുന്നില്ല. ഫലാ ഹാജത ബികും ഇലാ അൻ തസ്തഅജിലൂ ഖിയാമസ് സഅ, അതേപോലെ തന്നെ അവർ ഖിയാമുസ് സഅ അന്ത്യനാൾ പെട്ടെന്ന് സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ആശിച്ചത് കൊണ്ടോ അവരെ ശിക്ഷയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുകയില്ല എന്നാണ്. വനുസൂലുൽ അദാബ്, അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെ ശിക്ഷ ബാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതെന്നാൽ പെട്ടെന്ന് വരട്ടെ, അത് പെട്ടെന്ന് ഇറങ്ങട്ടെ എന്നവർ പറഞ്ഞ ആ സംസാരവും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു പോഷണവും വരുത്തുകയില്ല. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും അത് അവരെ രക്ഷപ്പെടുത്തുകയും ഇല്ല എന്നാണ്. ഫഇന്ന ദാലിക ഗൈറു നാഫിഉകും, അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ഉപകാരവും ഉണ്ടാക്കുകയില്ല. ബൽ ദാലിക ബലാഉൻ അലൈക്കും അദീമുൻ, എന്നാൽ നേരെ മറിച്ച് അത് നിങ്ങൾക്ക് വലിയൊരു പരീക്ഷണമായി കൊണ്ട് നിങ്ങളെ ബാധിക്കുന്നതായിരിക്കുമെന്നാണ്. അപ്പോൾ മറ്റൊരാളുടെ മരണമോ മറ്റൊരാളുടെ നാശമോ നിങ്ങൾ ആഗ്രഹിച്ചത് കൊണ്ടോ അത് സംഭവ്യമായതുകൊണ്ടോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഗുണമായി സംഭവിക്കുവാനില്ല. അത് നിങ്ങൾക്കൊരു ഉപകാരമോ ഒരു പോഷണമോ ഒന്നും തന്നെ വരുത്തുകയില്ല എന്നാണ്. എന്നിട്ട് ശേഷം ഒരു മുസ്ലിമിന്റെ വിശ്വാസം എങ്ങനെയായിരിക്കണമെന്നും അവന്റെ പ്രഖ്യാപനം എപ്രകാരമായിരിക്കണമെന്നും അടുത്ത വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരോട് പറയുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. 29-ാമത്തെ വചനം, ഖുൽ ഹുവർ റഹ്മാനു ആമന്നാ ബിഹി വഅലൈഹി തവക്കൽനാ ഫസതഅലമൂന മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ. ആയത്തിന്റെ അർത്ഥം, പ്രവാചകരെ താങ്കൾ പറയുക, അവനാകുന്നു പരമകാരുണികൻ, അവനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അവന്റെ മേൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ വഴിയെ നിങ്ങൾക്കറിയാൻ കഴിയും ആരാണ് വ്യക്തമായ വഴികേടിലെന്ന്. ഖുൽ പറയുക പ്രവാചകരെ, ഹുവർ റഹ്മാനു, അവനാകുന്നു പരമകാരുണികൻ, ആമന്നാ ബിഹി, ഞങ്ങൾ അവനിൽ വിശ്വസിച്ചിരിക്കുന്നു, വഅലൈഹി തവക്കൽനാ, അവനിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു. ഫസതഅലമൂന, എന്നാൽ നിങ്ങൾ പിന്നീട് അറിയുന്നവരായിരിക്കും, മൻ ഹുവ, ആരാണ്, ഫീ ളലാലിൻ മുബീനിൻ, വ്യക്തമായ വഴികേടിൽ ആരാണ് ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾക്ക് പിന്നീട് അറിയുവാൻ സാധിക്കുന്നതാണ്. അഥവാ ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവനായിരിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ തന്റെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നവനുമായിരിക്കും. ഇത് വിശ്വാസികളുടെ മാത്രം വിശേഷണമാണ്, അവർക്ക് മാത്രം കഴിയുന്ന വാസ്തവങ്ങളുമാണ്. അഥവാ ഹുവർ റഹ്മാനു, അല്ലാഹു ആകുന്നു പരമകാരുണികൻ എന്ന് വിശ്വസിക്കുവാനും, ആമന്നാ ബിഹി, ഞങ്ങൾ ആ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുവാനും, വഅലൈഹി തവക്കൽനാ, ഞങ്ങൾ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, ഞങ്ങളുടെ കാര്യങ്ങൾ അല്ലാഹുവെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുവാനുമൊക്കെ വിശ്വാസികൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അഥവാ ആമന്നാ ബി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ ലോകരുടെ രക്ഷിതാവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നവരാണെന്ന്. വഅലൈഹി തവക്കൽനാ, ആ റബ്ബിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നവരാണ്. ഫി ജമീഇ ഉമൂരിനാ, ഞങ്ങളുടെ സകല കാര്യങ്ങളും ആ റബ്ബിൽ ഭരമേൽപ്പിക്കുന്നവരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളായിരിക്കും യഥാർത്ഥ വിശ്വാസികൾ എന്നാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹൂദിലെ 123-ാമത്തെ വചനത്തിലൂടെ നമ്മോട് പറഞ്ഞത്. ഫഅ്ബുദ്ഹു, നിങ്ങൾ അവനെ ആരാധിക്കുക, വതവക്കൽ അലൈഹി, നിങ്ങൾ അവനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക എന്നത്. ഇത് വിശ്വാസികളുടെ മാത്രം പ്രത്യേകതയാണ്, അവരിൽ മാത്രം ഉണ്ടാകുന്ന വിശേഷണവുമാകുന്നു എന്നാണ്. എന്നാൽ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരും തന്റെ കാര്യങ്ങൾ അവനിൽ ഭരമേൽപ്പിക്കാത്തവരും തങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാതെയും സുന്ദരമായി ജീവിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പുച്ഛിച്ചു തള്ളി അഹങ്കരിച്ചുകൊണ്ട് മുന്നോട്ടു പോയാൽ നിശ്ചയിക്കപ്പെട്ട ദിനം തങ്ങൾക്ക് മുന്നിൽ വന്നെത്തിക്കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ അവർ തിരിച്ചറിയുമെന്നാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ ബാക്കി ഭാഗത്ത് പറഞ്ഞത്. ഫസതഅലമൂന മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും
ആരായിരുന്നു വ്യക്തമായ വഴികേടിലെന്ന്. അഥവാ മിന്ന വമിൻകും, ഞങ്ങളാണോ നിങ്ങളാണോ, ആരാണ് വ്യക്തമായ വഴികേടിൽ ഉണ്ടായിരുന്നത്? വലിമൻ തകൂനുൽ ആഖിബതു ഫിദ്ദുനിയ വൽആഖിറ, ഇഹലോകത്തും പരലോകത്തും ആരാണ് വിജയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആർക്കാണ് നല്ല പര്യവസാനമുള്ളത് എന്ന് ആ ദിവസം വ്യക്തമാകുന്നതായിരിക്കും. അന്നേ ദിവസം യാതൊരു ആശങ്കക്കും വകയില്ലാത്ത വിധം ആ കാര്യങ്ങൾ വളരെ വ്യക്തമായി മുന്നിൽ തെളിയുന്നതായിരിക്കുമെന്നാണ്. ഇഹലോകത്ത് അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും പ്രതീകമായി എല്ലാം തന്നെ തന്റെ കാലിന് ചുവട്ടിലാണെന്ന മിഥ്യാധാരണയിൽ തന്റെ രക്ഷിതാവിനെ തിരിച്ചറിയാതെ, അവന് നൽകേണ്ടതായ ആരാധനകൾ നിർവഹിക്കാതെ, അവന്റെ വിധിവിലക്കുകൾക്ക് പരിഗണന കൊടുക്കാതെ തോന്നിയ രീതിയിൽ പൊങ്ങച്ചം നടിച്ച് ജീവിച്ച ഏതൊരു മനുഷ്യനും യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന സന്ദർഭമാണ് പരലോകമെന്നുള്ളത്. ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഭൂമിയിലെ ഓരോ നിമിഷങ്ങളും തന്റെ രക്ഷിതാവിനെ ബോധ്യപ്പെടുത്തുന്ന സന്ദർഭങ്ങളായിരിക്കും. നാം ശ്വസിക്കുന്ന വായുവും നമ്മൾ കുടിക്കുന്ന വെള്ളവും തുടങ്ങി എല്ലാം തന്നെ ലോകരക്ഷിതാവിന്റെ അസ്തിത്വത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹോന്നതമായ കഴിവുകളെയും തൊട്ടുണർത്തുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ആ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. 30-ാമത്തെ വചനം, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. ആയത്തിന്റെ അർത്ഥം, പ്രവാചകരെ താങ്കൾ പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, നിങ്ങളുടെ വെള്ളം അത് വറ്റിപ്പോയി കഴിഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് ഒഴുകുന്ന ഉറവുജലം കൊണ്ടുവന്നു തരിക? ഖുൽ പറയുക പ്രവാചകരെ, അറഅയ്തും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ഇൻ അസ്ബഹ മാഉകും ഗൗറാ, നിങ്ങളുടെ വെള്ളം അത് വറ്റിപ്പോയി കഴിഞ്ഞാൽ, ഗൗറ എന്ന് പറഞ്ഞാൽ ഉള്ളോട്ട് വലിഞ്ഞു കഴിഞ്ഞാൽ, അത് വറ്റിപ്പോയാൽ, ഫമൻ അപ്പോൾ ആരാണ്, യഅതീകും നിങ്ങൾക്ക് കൊണ്ടുവന്നു തരിക, ബിമാഇൻ മഈൻ ഒഴുകുന്ന ഉറവുജലം നിങ്ങൾക്ക് ആരാണ് കൊണ്ടുവന്നു തരിക എന്നാണ്. വെള്ളം എന്നതൊരു മഹാ അത്ഭുതമാണ്. അത് നമുക്ക് എത്തിച്ചു തരുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആലക്കല്ലാതെ കഴിയുകയില്ല എന്നത് വ്യക്തമായുള്ള യാഥാർത്ഥ്യമാണ്. സാധാരണ വേനലിന്റെ ചൂട് അതിങ്ങനെ പതച്ചു നിൽക്കുന്ന വേളയിൽ പതിവിൽ കവിഞ്ഞ് കുറച്ച് ദിവസങ്ങളോളം മഴ പെയ്യാൻ താമസിച്ചാലുള്ള അവസ്ഥ നമ്മിൽ പലരും അനുഭവിച്ചവരായിരിക്കും. ആ അനുഭവത്തെ കുറിച്ചാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ എന്ന്. അപ്രകാരം വെള്ളം ഉള്ളോട്ട് കണ്ട് വലിഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് വറ്റിക്കഴിഞ്ഞാൽ, ദാഹിബൻ ഫിൽ അർളി ഇലാ അസ്ഫൽ, ഭൂമി അതിന്റെ ആഴങ്ങളിലേക്ക് വെള്ളത്തെ കണ്ട് വലിച്ചു കഴിഞ്ഞാൽ, ഫലാ യുനാലു ബിൽ ഫുഊസിൽ ഹിദാദി വല സവാഇദി ശിദാദ്, നിങ്ങളുടെ കപ്പുകൾക്കോ പാട്ടകൾക്കോ കുഴലുകൾക്കോ എത്തിപ്പെടുവാൻ കഴിയാത്ത വിധം വെള്ളം ഉള്ളിലേക്ക് കണ്ട് വലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാണ് അത് നിങ്ങൾക്ക് കൊണ്ടുവന്നു തരിക എന്നാണ്. ഒരു പക്ഷേ കിണറും കുളവും ഒന്ന് ആഴം കൂട്ടിയോ അല്ലെങ്കിൽ പമ്പ് ഉപയോഗിച്ചുകൊണ്ടോ ചില ദിവസങ്ങൾ കൂടി അങ്ങോട്ട് കഴിച്ചു കൂട്ടുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ആകാശത്ത് നിന്ന് മഴ പെയ്യുവാൻ പിന്നെയും ദീർഘിച്ചു പോയാൽ, അല്ലെങ്കിൽ ഭൂമിയിലെ ഈർപ്പവും ഉറവും ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടായിരിക്കുകയില്ല. ആ ഘട്ടത്തിൽ ഈ ചോദ്യം അതിപ്രസക്തമായിരിക്കും. ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, ഒഴുകുന്ന ഉറവുജലം നിങ്ങൾക്ക് ആരാണ് കൊണ്ടുവന്നു തരിക എന്നാണ്. നാബിഇൻ സാഇഹിൻ ജാരിൻ അലാ വജ്ഹിൽ അർള്, ഭൂമുഖത്ത് കൂടി റബ്ബ് സുബ്ഹാനഹു വ തആല ഒഴുക്കുന്നത് പോലെ വെള്ളമൊഴുക്കുവാൻ ആർക്കാണ് കഴിവുള്ളത്? ലാ യഖ്ദിറു അലാ ദാലിക ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ആ ഒരു കഴിവുള്ളൂ. അത് അല്ലാഹ്ക്ക് മാത്രമേ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. വെള്ളമെന്ന അനുഗ്രഹം അത് മനുഷ്യർക്ക് ഉണ്ടാക്കിയെടുക്കുവാനോ അല്ലെങ്കിൽ മനുഷ്യരുടെ കഴിവുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ആ ചോദ്യത്തിന്റെ മറുപടി അത് മക്കയിലെ മുശ്രിക്കുകൾക്ക് വളരെ വ്യക്തമായി കൊണ്ട് അറിയാമായിരുന്നു. ഫലാ ബുദ്ദ ലഹും മിൻ അൻ യഖൂലു ലാ യഅതീനാ ബിഹി ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആ വെള്ളം അത് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരികയില്ല, അല്ലാഹ്ക്ക് മാത്രമേ അത് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം അവർക്ക് വളരെ വ്യക്തമായ ബോധ്യം ആ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഫഖുൽ ലഹും, അപ്പോൾ പ്രവാചകരെ അങ്ങനെയുള്ള ആ ആളുകളോട് താങ്കൾ ചോദിക്കുക, ലിമ തുശ്രികൂന ബിഹി മൻ ലാ യഖ്ദിറു അലാ അൻ യഅതിയകും, അങ്ങനെയുള്ള ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൂടെ മറ്റൊരാളെ നിങ്ങൾ പങ്കു ചേർക്കുന്നത് എന്തിനാണ്? വെള്ളം കൊണ്ടുവരാൻ കഴിയാത്ത, ആ വെള്ളം നിങ്ങൾക്ക് എത്തിച്ചു തരുവാൻ സാധിക്കാത്ത മറ്റുള്ള ആളുകളെ വെള്ളം നിങ്ങൾക്ക് കൊണ്ടുവന്നു തരുന്ന ആ രക്ഷിതാവിന്റെ കൂടെ ചേർത്തി വെക്കുന്നത് എന്തിനാണ്?
എന്തിനാണ് ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൂടെ മറ്റൊരാളെ നിങ്ങൾ വിളിച്ചു തേടുന്നത്? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവിൽപ്പെട്ട കാര്യമാണ് മഴ പെയ്യിപ്പിക്കുക എന്നതും സസ്യലതാദികൾ മുളപ്പിക്കുക എന്നുള്ളതും. അങ്ങനെ തുടങ്ങി സകല കാര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കഴിവിൽപ്പെട്ടവ മാത്രമാണ്. അത് അള്ളാഹ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഫമിൻ ഫദ്ലിഹി വ കറമിഹി, അള്ളാഹുവിന്റെ ഔദാര്യത്തിലും അവന്റെ കഴിവിലും പെട്ട കാര്യമാണ് അൻ അൻബഅ ലകുമുൽ മിയാഹ, വെള്ളം നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നുള്ളത്. വ അജ്റാഹ ഫി സാഇരി അഖ്താരിൽ അർദ്, ഭൂമിയുടെ എല്ലാ പ്രവിശ്യകളിലേക്കും ആ വെള്ളത്തെ ഒഴുക്കുക എന്നതും അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ട കാര്യമാണ്. ബിഹസബി മാ യഹ്താജുൽ ഇബാദു ഇലൈഹി മിനൽ ഖില്ലതി വൽ കസ്റതി, ഓരോ മനുഷ്യർക്കും ഓരോ അടിമകൾക്കും ഓരോ ജീവജാലങ്ങൾക്കും എത്രയാണോ വേണ്ടത് അതിന്റെ അളവിനനുസരിച്ച് ഓരോ ഇടങ്ങളിലേക്കും വെള്ളത്തെ എത്തിച്ചു തരിക എന്നുള്ളത് അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ട കാര്യമാണ്. അത് ഭൂമിയിലെ സകല മനുഷ്യരും സകല കഴിവുകളും ഉദ്ദേശിച്ചാൽ പോലും ആ ഒരു സംഭവം അത് പ്രാവർത്തികമാക്കുവാൻ സാധിക്കുകയില്ല. ഫലില്ലാഹിൽ ഹംദു വൽ മിന്ന, അള്ളാഹുവിനാകുന്നു സകല സ്തുതിയും എല്ലാവിധ കീർത്തനങ്ങളും ഉള്ളത്. ഇപ്രകാരം അള്ളാഹുവിൻ്റെതായുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാണ് അള്ളാഹു എന്ന ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള രക്ഷിതാവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നും നമ്മൾ നമസ്കാരത്തിൽ സംവദിക്കുന്നത് എന്നും തിരിച്ചറിയേണ്ടതുണ്ട്. ആ രക്ഷിതാവിന്റെ കഴിവും മഹത്വവുമെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്നതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ അടുക്കുവാനും ആരാധനകൾ കുറച്ചുകൂടി മൂർച്ചയുള്ളതാക്കി മാറ്റുവാനും നമുക്ക് സാധിക്കും. അതിനായി നാം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക. ആരാധനകൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. അപ്രകാരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവന്റെ ദൃഷ്ടാന്തങ്ങളെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.